അങ്ങനെ ഇന്ന് വൈകുന്നേരം കോളേജും വിട്ട് വീട്ടിൽ വന്നേരാന്ന് ഈ പുതിയ അതിഥിനെ ഞാൻ കണ്ടത്. അമൽ കൊണ്ടുവന്നതാണ് ഒരു കുഞ്ഞു പേർഷ്യൻ പൂച്ച, പീക്കുന്നാട്ടാ പേര്. നല്ല ഓമനത്തുള്ളൊരു പൂച്ച. കഴുത്തിലൊരു മണിയലുണ്ട്, അതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. വീട്ടിൽ അത്യാവശ്യം പൂച്ചകളെല്ലാം ഉണ്ട്, അതുമായിട്ട് മൂപ്പര് പെട്ടെന്ന് തന്നെ കമ്പനിയായി. അപ്പോൾ രണ്ട് പൂച്ചകളും തമ്മിൽ കളിക്കുന്നതാണ് പുറത്തുനിന്ന്. അന്നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി. വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ എന്നെ കണ്ണുരുട്ടി പഠിപ്പിച്ച്, നീ ആരാടാ എൻ്റെ വീഡിയോ എടുക്കുക എന്നുള്ള മട്ടിൽ. അങ്ങനെ ആടുന്ന് രണ്ട് ചാട്ടം വെച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് വന്ന് തുള്ളി. ആടുന്ന് നേരെ വില്ല പൂച്ചൻ്റെ ബാക്കിലേക്കും. വില്ല പൂച്ചൻ്റെ ബാക്ക് പോയതിരിക്കട്ടെ, അതിനെ ആടുന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണൻ എന്നുള്ള മറ്റുള്ള ഇരിപ്പും. എന്നിട്ട് ആടുന്ന് നേരെ തുള്ളി കാട്ടിലേക്കും. സാറ്റ് കളിക്കുന്നവർ എന്തും പിടിച്ചുകൊണ്ടാണെന്ന് വെച്ച് ഞാൻ എല്ലാം അതിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ പുറത്തിറയത്തവണ്ടെ കൊണ്ട് ഇരുത്തി ഒന്ന് ഓമനിച്ച് നോക്കി. പക്ഷെ ഞാനുമായിട്ട് അടുക്കുന്നൊന്നുമില്ല. മൂപ്പര് ഞാൻ തന്നെ എടുത്ത രാജാവ് നീ ഏതാന്നുള്ള മറ്റുള്ള ഇരിപ്പാണ്. ഞാൻ വിടുവാ? ഒരിക്കലുമില്ല. നേരെ പിടിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അകത്തുനിന്ന് മരിക്കാമെന്ന് വെച്ച്. അകത്തെത്തിയിട്ടും മൂപ്പര മട്ടിലും ഭാവത്തിലും ഒരു മാറ്റമില്ല. പീക്കു എന്നെ ആടാന്നുള്ള മട്ടിലാണ് മൂപ്പരിയ്ക്കുന്നത്. അങ്ങനെ ആടുന്ന് നേരെ തുള്ളിച്ചാടി അമ്മ അടുക്കളയിൽ വിറക് വെക്കാനാക്കിയ സ്പേസിൻ്റെ ഉള്ളിലേക്കായി അടുത്ത നോട്ടം. ആളൊരു കുസൃതി കൊടുക്കുക തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ കളിയെല്ലാം കാണുമ്പോൾ തിരിയുന്നുണ്ടാവും. തുള്ളുന്ന് ചാടുന്നു മറിയുന്നു, നല്ല രസമാണ് കേട്ടോ പക്ഷേ കളിയെല്ലാം കാണാൻ. പക്ഷെ എന്നോട് അടുക്കുന്നേ ഇല്ല. മണിയെല്ലാം കുലുക്കി നടക്കുന്ന കാണാൻ എന്ത് രസമാണെന്നറിയാം. അങ്ങനെ അവസാനം വഴിമാറണം മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി.